ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ഇട്ട് വന്നേക്കാണ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു റീൽ കണ്ടപ്പോൾ ഞാനൊരു സാധനം കണ്ടു. ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. ഞാനൊരു ഞാനൊരു വെജിറ്റബിൾ പ്ലാറ്ററാണ് ഉണ്ടാക്കാൻ പോണത്. ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം വെജിറ്റബിൾസ് ഒക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിത് അരിയണം. ബ്രൊക്കോളി എനിക്ക് അരിയാൻ അറിയാത്തത് കൊണ്ട് അമ്മേനെ കൊണ്ട് അരിഞ്ഞ് വെപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾ പ്ലാറ്റർ വിത്ത് എഗ് ആണ് ഗൈസ്. ഞാനൊരു കുറച്ച് മോൾഡ് കണ്ടപ്പോൾ മേടിച്ചിരുന്നു. അപ്പൊ എനിക്ക് അയ്യോ എന്നോടെ അപ്പൊ ഈ 4 മോൾഡിൽ എനിക്ക് മുട്ട ഉണ്ടാക്കണം ഗൈസ്. സോ നമുക്ക് ആദ്യം മുട്ട എടുത്തിട്ട് ആക്കാൻ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഞാൻ 4 മോൾഡിലും 4 മുട്ട വെക്കാൻ പോവാണ്. എന്താ അത്? അയ്യേ, ഇതിന്റെ ഷേപ്പ് എന്തിങ്ങനെ? ആഹാ, സോറി, ഉള്ളിലേക്കായി പോയതാണിത്. ഒരു സ്റ്റാർ, ഇതൊരു എന്തോ ജെല്ലിയുടെ പോലത്തെ ഷേപ്പാണ് ഇങ്ങനെ. പിന്നെ ഇത് എന്തോ പൂവ്. ഇത് കപ്പ് കേക്കിന് പറ്റിയ മോൾഡാണ്. അതിനു വേണ്ടിയാണ് ഞാൻ മേടിച്ചത്. നമുക്ക് ആദ്യം മുട്ട ഉണ്ടാക്കാൻ എടുക്കാം. ഇതൊരു റോസ് പോലത്തെ ഒരു റോസിന്റെ. നമുക്ക് ആദ്യം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. ഓക്കെ ഗൈസ്, നമ്മളപ്പോ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. മുട്ട ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചുകൊണ്ട് വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട്. ഓ, ഇത് നിറയുണ്ട് മുട്ട. ഇതിൽ കുറെ ഉണ്ട്, നിറഞ്ഞു തുളുമ്പി പോവാൻ സാധ്യതയുണ്ട്. നിറച്ചുണ്ട്. ഞാനിത് എയർ ഫ്രയറിലാണ് വെക്കാൻ പോണേ ഗൈസ്. എയർ ഫ്രയറിൽ വെക്കുന്ന മുട്ട നല്ല രസമാണ്. പക്ഷെ കുറെ നേരം മുട്ട വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പൂ പോലെ ഉണ്ടാവും. ഓ, പുഡിംഗ് പോലെ ഉണ്ടാവും എന്ന് കുഞ്ഞൂസ് അവിടുന്ന് പറയുന്നുണ്ട്. എന്റെ കൈയടക്കം ഞാൻ വെട്ടി. ഇത് നിറഞ്ഞു തുളുമ്പി, ഇത് പൊന്തും. അപ്പോ സ്റ്റാറിൽ തികഞ്ഞില്ല. ഞാൻ കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചാലോ? നിറഞ്ഞു പോയി. കുറച്ച് ഞാൻ ഇതൊന്ന് എടുത്ത് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോണം മുട്ട. എന്റെ മോൾഡ്. സ്റ്റാർ മുട്ട ഉണ്ടാക്കാൻ നല്ലതല്ല. എയർ ഫ്രയറിൽ വെക്കാം ഗൈസ്. കാണുന്നില്ല, നമ്മൾ എയർ ഫ്രയർ എടുത്തിട്ടുണ്ട്. ഇതിനി ചെരിയാതെ ഇതിലേക്ക് വെക്കണം. വെക്കാൻ പറ്റണില്ല, മോൾഡ് ഇങ്ങനെ ഇളകി കളിക്കണത് കൊണ്ട്. അപ്പൊ എന്ത് ചെയ്യും? തട്ടിപ്പോയി, തട്ടിപ്പോയി. സാരില്ല. അയ്യോ, ഞാൻ എണ്ണ തേക്കാൻ മറന്നു മോൾഡില്. സാരില്ല, നമുക്ക് എങ്ങനെയെങ്കിലും മുട്ട എടുക്കാം. ഇങ്ങനെ എടുക്കണതാണ് നല്ലത്, അപ്പൊ പോവില്ല. ഇങ്ങനെ പക്ഷെ നിറയെ ഉള്ളത്. ഞാൻ ഉപ്പും കുരുമുളക് ഇടാനും മറന്നു ഗൈസ്. നമുക്ക് മുകളിൽ വെതറിയാ മതി. ചെയ്യാൻ പോണത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഗൈസ്. ഇത് തന്നെ മുട്ട ഒഴിക്കണതിന് മുന്നേ നമ്മൾ കുരുമുളക് ഇടും. പക്ഷെ ഞാൻ മറന്നുപോയി. നമ്മൾ ഇപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിടാം ഗൈസ്. മുകളിൽ മാത്രം ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ, ആ ഒരു പ്രശ്നം.
മുട്ട തനി ഒഴുകിപ്പോയി. നമ്മളെ ഫ്രൈ ചെയ്യുമ്പോ ഫ്രൈ ആയിക്കോളും, കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഞാനിപ്പോ ഇത് വെച്ചത്. പക്ഷെ മുട്ട കുറച്ച് കൂടിയത് കൊണ്ട് ഒലിച്ചു പോയി. നമുക്ക് അവസാനം ശരിയാക്കാം. നമുക്ക് എയർ ഫ്രയർ അകത്തേക്ക് വെക്കാം. ഒരു 20 മിനിറ്റ് വെക്കാം നമുക്ക്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ഗൈസ് നമുക്ക് ഇനി വെജിറ്റബിൾസ് അരിയാം. ഞാൻ ഈ കിഴങ്ങ് ഒരു ഇങ്ങനത്തെ ഷേപ്പിലാണ് അരിയാൻ ഉദ്ദേശിച്ചത് ഗൈസ്. നമുക്ക് അങ്ങനെ അരിയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. കുറച്ച് കട്ടിയിൽ ഇങ്ങനെ. എനിക്ക് ഇത്ര കട്ടി ഇഷ്ടമായില്ല, നമുക്കിത് രണ്ടാക്കാം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഷേപ്പ് ഒന്നും വിചാരിച്ചില്ല. ഒരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല ബസ്. ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഈ പൊട്ടറ്റോ നമ്മൾ കുറച്ച് എയർ ഫ്രൈ ചെയ്യും, എന്നിട്ട് ഓയിൽ ഫ്രൈ ചെയ്യും. വെറുതെ എയർ ഫ്രയറിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങി കരിഞ്ഞിരിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം എയർ ഫ്രയറിൽ വെച്ച് വേവിച്ചിട്ട് പിന്നെ എണ്ണയിൽ വറുത്തെടുക്കാം. ഗൈസ് അടുത്ത് നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്യാം. ക്യാരറ്റ് എയർ ഫ്രൈ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ക്യാരറ്റ് എയർ ഫ്രൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ക്യാരറ്റ് എയർ ഫ്രൈ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഗൈസ്. ക്യാരറ്റിന്റെ ഷേപ്പ് നമുക്ക് കുറച്ച് ക്യാരറ്റ് എയർ ഫ്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി അരിയാം. ഉള്ളി ഞാൻ ഈ ഡ്രാഗൺ ചിക്കണിനൊക്കെ ഉള്ളി ഇടില്ലേ ഗൈസ്, ആ സൈസിലാണ് ഞാൻ അരിയാൻ പോണത്. ഓരോ ലെയർ ഗൈസിന് നമ്മളിതൊക്കെ കൈ കൊണ്ട് ഓരോ ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിടണം.
ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളി സെപ്പറേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ക്യാരറ്റും പൊട്ടേറ്റോ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബ്രൊക്കോളി ഉണ്ട് ഗൈസ്. നേരത്തെ ഉള്ളി അരിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് കണ്ണരിയണത്. കാബേജ് നമുക്ക് വിനാഗിരിയിൽ മറ്റേ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര പോരെ? ഓക്കെ ഗൈസ്, നമ്മളെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ഇത് ഓരോന്ന് റെഡിയാക്കണം. ഗൈസ്, ഞാനൊന്ന് ഈ മുട്ട തുറന്ന് നോക്കാൻ പോവാണ്. വെന്തിട്ടില്ല, ആ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ മൊരിഞ്ഞ് മുകളിൽ നല്ല ബ്രൗൺ കളർ ആയിട്ട്. പക്ഷെ ഞാൻ മുമ്പ് ഇതിൽ മുട്ട ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ആയില്ലായിരുന്നു. ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്, ഞാൻ തേക്കാൻ മറന്നുപോയി. ഗൈസ്, സോ നമ്മൾ അടുത്തത് ആദ്യം ക്യാബേജ് ആണ് ഞാൻ ആക്കി വെക്കാൻ പോണത്. കാരണം ക്യാബേജ് കുറച്ചധികം നേരം വിനാഗിരിയിലായി കിടന്നാലേ ശരിക്കും ആ സാലഡിന്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ബാക്കി ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറെ സമയം എടുക്കും. സോ നമുക്ക് ആദ്യം ക്യാബേജ് ആക്കി വെക്കാം ഗൈസ്. കാരണം നമുക്ക് ഉള്ളിയും ഇതിലിടാം അല്ലേ? ഉള്ളി സെപ്പറേറ്റ് ഇടാം നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ട്. ക്യാബേജിൽ നമ്മൾ ആദ്യം കുറച്ച് വിനാഗിരി ഒഴിക്കണം ഗൈസ്. ഇത് കുറച്ചധികം ക്യാബേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഗൈസ്. കുറച്ച് ഉപ്പ് കൂടി ഗൈസ്, എനിക്ക് ഇട്ടപ്പോൾ തോന്നി. സാരമില്ല, നമുക്ക് ഇതിലേക്ക് വേറെ സാധനങ്ങളൊക്കെ ഇടാലോ. നമ്മൾ ക്യാബേജ് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്തത് ഉള്ളിയാണ് ശരിയാക്കാൻ പോണത്. ഉള്ളിയും ഞാൻ കുറച്ച് എയർ ഫ്രയർ കഴിഞ്ഞതിൻ്റെയാണ്. ഉള്ളിയും ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും വിനാഗിരിയും ഇട്ടിട്ടാണ് ആക്കാൻ പോണത്. അത് നല്ല ടേസ്റ്റാണ് ഗൈസ്. നമുക്കിനി കുറച്ച് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ബാക്കി നമുക്ക് കളറ് വേണ്ടതുകൊണ്ട് കശ്മീരി ചില്ലി പൗഡർ ഇടാം മതി ഗൈസ്. ഗൈസ്, ഇത് മിക്സ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. ഇത് അടച്ച് വെച്ചിട്ട് വൗ ഗൈസ്, നമ്മുടെ ഉള്ളി റെഡിയായി. ഇനി നമ്മൾ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ ഉള്ളിയും ക്യാബേജും ആക്കി വെച്ചേക്കണത്. ഗൈസ്, നമുക്ക് അടുത്തത് തുറന്നു നോക്കാം.
മുട്ട വെന്തുണ്ടോ നോക്കണം ഗൈസ്. നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം ഗൈസ് മുട്ട വെന്തോന്ന്. അത്യാവശ്യം വെന്തുണ്ട് ഗൈസ്. വെന്തുണ്ട് ഗൈസ്. ഞാൻ ഈ 4 മുട്ട ഈ പ്ലേറ്റിലേക്ക് ആക്കാൻ പോണ്. പക്ഷെ നല്ല ചൂടുണ്ട് ഇതിന്. ഏത് ഷേപ്പിലാ വന്നേന്നത് നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുത്താൽ മനസ്സിലാവും. ഗൈസ് അടുത്ത് നമ്മളിതിൽ എന്താണെന്നറിയോ, നമുക്ക് ഇതിൽ ബ്രൊക്കോളി ഇടണം. ഗൈസ് ഇതിൽ എണ്ണയുണ്ട്. ഞാൻ ഇങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ ഇത് കൈ കൊണ്ട് തൊട്ടാൽ ഇതിന്റെ ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് കയ്യിൽ വരും. അതാണ് പ്രശ്നം. ഗൈസ് 10 മിനിറ്റ് വെച്ച് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഗൈസ് ഞാൻ ഈ മുട്ട തിരിച്ചിടാൻ പോവാണ്. ഇത് സ്റ്റാർ ഷേപ്പ് ആയിരുന്നു. കുഴപ്പമില്ലാത്ത സ്റ്റാർ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ 2 ക്യാരറ്റും കൂടെ എയർ ഫ്രയറിൽ വെച്ച് നോക്കാൻ പോവാണ്. എങ്ങനെയാവും അറിയാത്തത് കൊണ്ട് വെറുതെ 2 ഇട്ട് നോക്കാം. എന്നിട്ട് ശരിയാവാണെങ്കിൽ നമുക്ക് ശരിക്കും വെക്കാം ഗൈസ് നമുക്ക് ഈ പൊട്ടറ്റോയിൽ കുറച്ച് മസാല ആക്കിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ജിഞ്ചർ പേസ്റ്റ് കുറച്ച് മതി, ഗാർലിക് പേസ്റ്റ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഗൈസ്, കളറാണ് കൂടുതൽ. നമുക്കിത് ഗൈസ് ഞാനിത് എടുക്കാൻ പോണത് അത്യാവശ്യമായിട്ടുണ്ട്, അത്ര ആയാൽ മതി. ഗൈസ് നമ്മൾ ബ്രോക്കലി ഈ വേറെ പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. ഗൈസ് നമുക്കിതിൽ നേരത്തെ ഇട്ട ക്യാരറ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഗൈസ് ഇത് ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് എയർ ഫ്രയറിൽ വെക്കാം. ഇതിന്റെ ഒപ്പം ഇട്ടപ്പോൾ ഒരു ചെറിയ എരിവുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇതിലിടാം ഗൈസ്. നമുക്കിത് വെക്കാം. അയ്യോ ഞാൻ കുരുമുളക് പൊടി ഇടാൻ പോണം. സാരല്ലേ, നമുക്ക് ലാസ്റ്റ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഗൈസ് നമുക്ക് എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് ഞാൻ അത് സിമ്മിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ ക്യാരറ്റ് പുറത്തേക്ക് എടുക്കാം.
ക്യാരറ്റ് ഇത്ര ആയാൽ മതി. ഞാൻ ഈ ബ്രോക്കോളിയുടെ കൂടെ ഇടുകയാണ്. ഗൈസ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ക്യാരറ്റ്, ബ്രോക്കോളി, പിന്നെ ഉള്ളി, മുട്ട, പിന്നെ ക്യാബേജ്. ഇനി പൊട്ടറ്റോ കൂടി ആവാനുള്ളൂ ഗൈസ്. പക്ഷെ ഇതാവാൻ കുറച്ച് സമയം എടുക്കും. ഗൈസ് ഇതിപ്പോൾ ഏകദേശം ആയിണ്ട്. ഗൈസ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം മുട്ട ഇവിടെ സൈഡിൽ വെക്കാം. നമുക്ക് ഉള്ളി ഇടാം ഗൈസ്. നമ്മൾ അടുത്തത് ക്യാബേജ് ആണ് സെറ്റ് ചെയ്യാൻ പോണത്. നമ്മൾക്ക് ഇതിലേക്ക് ഇനി ബ്രോക്കോളി വെക്കാം. അല്ല വേണ്ട, ക്യാരറ്റ് വെക്കാം. ഞാൻ വേറെ ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, കാരണം നമുക്കിനി ബ്രോക്കോളിയും പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നേരെ ഇതിലേക്ക് ഇടാൻ പോവാണ്. പൊട്ടറ്റോ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. പ്ലേറ്റർ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം? ഏതെന്നാണെങ്കിലും തുടങ്ങിക്കോളും. ആദ്യം ബ്രോക്കോളിയാണ്. ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഉപ്പിട്ടില്ല ഞാൻ. ഉപ്പ് കുറവാൻ ഉപ്പിടണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്നിലും ഉപ്പിട്ടില്ല? അല്ല, അതില് മാത്രം ഉപ്പിട്ടില്ല. ഇത് സൂപ്പറായിട്ട്. പൊട്ടറ്റോ സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞു ഗൈസ്. ക്യാരറ്റ് എയർ ഫ്രയറിൽ ഇട്ടതാ. അതിൽ ഉപ്പിട്ടില്ല? ഇല്ല. ക്യാരറ്റ് പക്ഷെ കുഴപ്പമില്ല, സ്വീറ്റ് അല്ല, ടേസ്റ്റ് ഉണ്ട്. ഇതിൽ കുറച്ച് വിനാഗിരി കൂടിപ്പോയിരുന്നു. ക്യാബേജ് ആണ് അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോണേ. പുളി ഇത്തിരി കൂടിയുണ്ട് അതിന്റെ. ടേസ്റ്റ് ഉണ്ട്, പുളിയുണ്ട്. അത് ഉള്ളി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കാറുള്ളതാണ്. അത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് മുട്ട ഇത് കടിക്കാനുണ്ട്. മുട്ടയായിട്ടുണ്ട്. എയർ ഫ്രയറിലിട്ട മുട്ടയ്ക്ക് പുഴുങ്ങിയ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിതുവരെ കഴിക്കാത്ത ഒരു രുചി. ഇതിലൂടെ കഴിക്കാമല്ലോ. എങ്ങനെയാണെങ്കിലും കഴിക്കാം. രസമുണ്ട്. പൊട്ടറ്റോ എനിക്ക് ഓൾറെഡി ഇഷ്ടമുള്ള സാധനം. ബ്രോക്കോളി കണ്ടാൽ കരിഞ്ഞ മാതിരി തോന്നും, പക്ഷെ കരിഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്.
കൊള്ളാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരുമായിരിക്കും ഗൈസ്. അതുവരെ ബൈ.